ശബരിമല സ്വർണ്ണക്കവർച്ചയിൽ DGPയെ കക്ഷി ചേർത്ത ഹൈക്കോടതി 6 ആഴ്ചക്കകം അന്വേഷണ സംഘം റിപ്പോർട്ട് സമർപ്പിക്കണം. അന്വേഷണം നിഷ്പക്ഷമാകണമെന്നും കോടതിയുടെ കർശനമായ താക്കീത്. ഉണ്ണികൃഷ്ണൻ പോറ്റി മാധ്യമങ്ങളോട് ഒരക്ഷരം മിണ്ടരുത്. എക്സിക്യൂട്ടീവ് ഓഫീസർ ചെമ്പുപാളിയെന്ന് രേഖപ്പെടുത്തിയതിൽ വലിയ ദുരൂഹതയുണ്ടെന്നും ഹൈക്കോടതി നിരീക്ഷിച്ചു. സ്വർണ്ണപ്പാളികൾ 2019 ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് കൈമാറാനുള്ള ദേവസ്വം ബോർഡ് തീരുമാനം സംശയകരമാണെന്നും ബഹുമാനപ്പെട്ട ഹൈക്കോടതി ചൂണ്ടിക്കാട്ടി. വിവരങ്ങളുമായി ജിജീഷ് കരുണാകരൻ ചേരുന്നുണ്ട്. ജിജീഷിനൊപ്പം കുമ്മനം രാജശേഖരൻ കൂടി ചേരുന്നുണ്ട്. ജിജീഷ്, വലിയ കൊള്ളയാണ് നടന്നിരിക്കുന്നത്. ബഹുമാനപ്പെട്ട ഹൈക്കോടതി തന്നെ ഇക്കാര്യം കൃത്യമായും വ്യക്തമായും പറഞ്ഞു. എങ്ങനെ പ്രതികരിക്കുന്നു കുമ്മനം രാജശേഖരൻ? ശ്യാം പറഞ്ഞതുപോലെ വലിയ ഒരു ക്രമക്കേടിൻ്റെ വലിയൊരു കൊള്ളയുടെ കാര്യങ്ങൾ തന്നെയാണ് കോടതിയിലൂടെ പുറത്തു വന്നിരിക്കുന്നത്. കോടതി നേതൃത്വത്തിലുള്ള അന്വേഷണത്തിലൂടെ സുതാര്യമായ ഒരു അന്വേഷണം നടക്കുന്നുവെന്ന് കോടതി പറയുന്നു. തിരിമറി നടന്നുവെന്ന് കോടതി വളരെ വ്യക്തമായി തന്നെ പറയുമ്പോൾ നമ്മളോടൊപ്പം രാജേട്ടൻ, കുമ്മനം രാജശേഖരൻ അദ്ദേഹം ഉണ്ട്. രാജേട്ട, ഇക്കാര്യത്തിൽ കോടതി വളരെ കൃത്യമായ ചില കാര്യങ്ങൾ മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. അതായത് ചെമ്പ് തെളിയുകയാണ് ഈ കാര്യത്തിൽ എന്ന് തന്നെയല്ലേ മനസ്സിലാവുന്നത്? അല്ല, ചെമ്പ് തെളിഞ്ഞു കഴിഞ്ഞിരിക്കുകയാണ്. ഈ ചെമ്പ് എങ്ങനെ അവിടെ വന്നുവെന്നും സ്വർണ്ണപ്പാളികൾ എങ്ങനെ നഷ്ടപ്പെട്ടു എന്നുള്ളതിനെക്കുറിച്ച് ഇന്ന് ജനങ്ങൾക്കെല്ലാവർക്കും ബോധ്യമുണ്ട്. ഭക്തജനങ്ങൾക്ക് വളരെ വ്യക്തമാണ്. ഇതിൻ്റെ പിന്നിൽ വലിയൊരു തട്ടിപ്പ്, മോഷണം, കൊള്ളയാണ് നടന്നിരിക്കുന്നത്. സ്വർണം കൊള്ള ചെയ്തിരിക്കുകയാണ്. അയ്യപ്പൻ്റെ തിരുവിഗ്രഹത്തിൽ അല്ലെങ്കിൽ ദ്വാരപാലക വിഗ്രഹത്തിൽ അത് വളരെ പാവനമാണ്, പവിത്രമാണ്. അതൊരു ശാസ്ത്രവിധി അനുസരിച്ച് പ്രതിഷ്ഠ നടത്തിയിട്ടുള്ളതാണ്. അങ്ങനെയുള്ള ഒന്ന് അവിടെ നിന്ന് പോയി എന്ന് പറയുമ്പോൾ അത് ഭക്തജനങ്ങളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് സഹിക്കാവുന്നതിനപ്പുറമാണ്. അവരുടെ വികാര വിശ്വാസ സങ്കല്പങ്ങളെയൊക്കെയാണ് വ്രണപ്പെടുത്തിയിരിക്കുന്നത്. അവരിന്ന് വ്രണിത ഹൃദയരായി വേദനയോടുകൂടി അങ്ങേയറ്റത്തെ ദുഃഖത്തോടുകൂടി കഴിയുകയാണ്. പ്രതിഷേധമുണ്ട്, അമർഷമുണ്ട്, ഉത്കണ്ഠയുണ്ട്. കാരണം അവരെല്ലാം വളരെ വിശ്വാസപൂർവ്വം പൂജിച്ചിരുന്ന, കണ്ട് ദിവസവും അയ്യപ്പനെ അവിടെ എത്തുമ്പോൾ കാണുന്ന ആ ദ്വാരപാലകത്തിലെ കമനീയമായ പവിത്രമായ ആ ഒരു ഗോളക അല്ലെങ്കിൽ സ്വർണ്ണപ്പാളികൾ അവിടെ നിന്ന് നഷ്ടപ്പെടുന്നു എന്ന് പറയുമ്പോൾ അവർക്കിതെങ്ങനെ സഹിക്കാൻ പറ്റും? ഇന്നും ദേവസ്വം ബോർഡ് ഈ കാര്യത്തിൽ ഒരു വളരെ ശക്തമായ നടപടി ഒന്നും സ്വീകരിച്ചിട്ടില്ല. മാത്രമല്ല, അവിടെ ഒരു പോലീസ് സ്റ്റേഷനുണ്ട്. എന്തുകൊണ്ട് ഈ തട്ടിപ്പ് നടന്നു എന്ന് വ്യക്തമായിരുന്നിട്ട് ഒരു കേസ് രജിസ്റ്റർ ചെയ്യാത്തത് എന്തുകൊണ്ടാണ്? എന്തുകൊണ്ട് FIR ഇടുന്നില്ല? അവിടുത്തെ പമ്പയിൽ പോലീസ് സ്റ്റേഷനുണ്ട്, ശബരിമല പോലീസ് സ്റ്റേഷനുണ്ട്. ഈ സന്ദർഭത്തിലൊക്കെ പോലീസ് സ്റ്റേഷൻ അവിടെ ഉള്ളതാണ്. അവർക്ക് വേണമെങ്കിൽ ഒരു കേസ് രജിസ്റ്റർ ചെയ്യാമല്ലോ. എന്തുകൊണ്ട് രജിസ്റ്റർ ചെയ്യുന്നില്ല? നടപടി എന്തുകൊണ്ട് സ്വീകരിക്കുന്നില്ല? ദേവസ്വം മന്ത്രി എന്തുകൊണ്ട് ഇതിനെക്കുറിച്ച് വ്യക്തമായൊരു അഭിപ്രായം പറയുന്നില്ല? എല്ലാം കോടതിയിലാണെന്നാണ് ദേവസ്വം ബോർഡ് പ്രസിഡന്റ് പറയുന്നത്, അല്ലെങ്കിൽ ദേവസ്വം മന്ത്രി പറയുന്നത്. അവർക്കൊക്കെ ഇതിൻ്റെ അകത്ത് ഉത്തരവാദിത്തമുണ്ട്. 2019 ഇത് സ്വർണ്ണമായിരുന്ന പാളി അത് ചെമ്പാക്കി മാറ്റി സ്വർണം അവിടെ നിന്ന് മോഷ്ടിച്ചു എന്ന് വളരെ വ്യക്തമായി വിജിലൻസ് റിപ്പോർട്ട് വന്ന സ്ഥിതിക്ക് ദേവസ്വം ബോർഡ് നടപടി സ്വീകരിക്കണം. ദേവസ്വം ബോർഡ് ആ പോലീസ് സ്റ്റേഷനെങ്കിൽ ഏറ്റവും ചുരുങ്ങിയ പക്ഷേ ഒരു വെള്ളക്കടലാസിൽ എഴുതിയെങ്കിലും ഒരു പരാതി കൊടുക്കണം. അത് കൊടുക്കുന്നില്ല. മാത്രവുമല്ല, ഇത്രയധികം വലിയ ഈ ക്ഷേത്രത്തെക്കുറിച്ച് നാട്ടിൽ മുഴുവൻ വലിയ പ്രശസ്തിയും പ്രചണ്ഡമായ പ്രചരണമൊക്കെ നടത്തി 8 കോടി രൂപ ചിലവഴിച്ച് അയ്യപ്പ സംഗമം നടത്തി. ആ അയ്യപ്പ സംഗമം എന്തിനു വേണ്ടിയായിരുന്നു? ആഗോള പ്രശസ്തി കിട്ടാൻ വേണ്ടി. ആഗോള പ്രശസ്തി ശബരിമലയ്ക്ക് ഇപ്പോൾ എന്താ കിട്ടിയിരിക്കുന്നത്? വാസ്തവത്തിൽ ചീത്തപ്പേരല്ലേ കിട്ടിയിരിക്കുന്നത്. ശബരിമലയെക്കുറിച്ച് മോശമൊരു അഭിപ്രായമല്ലേ അവിടുത്തെ ഭരണാധികാരികളെക്കുറിച്ച് ആർക്കെങ്കിലും? ഇവിടെ ഒരു കൊച്ചു കുട്ടിക്ക് പോലും നല്ലൊരു അഭിപ്രായം പറയാൻ പറ്റുമോ? ഇല്ല. എല്ലാവർക്കും ബോധ്യപ്പെട്ട് കഴിഞ്ഞിരിക്കുകയാണ്. ശബരിമല ക്ഷേത്രത്തിൽ കൊള്ള നടക്കുന്നു, സ്വർണ്ണ മോഷണം നടക്കുന്നു, തീവട്ടിക്കൊള്ള നടക്കുന്നു. ഇവർക്കൊക്കെ ഈ കസേരയിൽ ഇനി ഇരിക്കാൻ ലജ്ജയില്ലേ? ഞാൻ പറയുന്നത്, അയ്യപ്പൻ്റെ മുന്നിൽ ഇവർ സമസ്താപരാധം തെറ്റു പറഞ്ഞ് ക്ഷമാപണം പറഞ്ഞ് വിളിച്ചു ചൊല്ലി പ്രായശ്ചിത്തം നടത്തി അവർ നിയമത്തിൻ്റെ മുന്നിൽ ഹാജരാകണമെന്നാണ്. അയ്യപ്പൻ എല്ലാം പുറത്തു കൊണ്ടുവരും. അയ്യപ്പൻ സത്യമാണ്. ഈ നാട്ടിലെ ജനങ്ങളുടെ വികാരമാണ്. അതിനോട് കളിച്ചാൽ ഉണ്ടാകാൻ പോകുന്ന ദുരിതം വളരെ ഭയാനകമാണ്, വ്യാപകമാണ്. അത് മനസ്സിലാക്കണം. ഒരു ക്ഷേത്രത്തോടാണ് കളിക്കുന്നത്. അതുകൊണ്ട് ഇതിനെ ഒരു ലാഘവ ബുദ്ധിയോടുകൂടിയാണ് ഇപ്പോഴും ദേവസ്വം ബോർഡ് പ്രസിഡന്റും ദേവസ്വം മന്ത്രിയൊക്കെ ചോദിക്കുന്നത്. അതൊക്കെ കോടതിയിലല്ലേ എന്നാണ്. അങ്ങനെയല്ലല്ലോ. ഇന്ന് കോടതി വളരെ വ്യക്തമായിട്ട് പറയുന്നു, അവിടെ മോഷണം നടന്നു, ആ സ്വർണം അവിടെ നിന്ന് കൊണ്ടുപോയതാണ്, പാളി അവിടെ മോഷ്ടിച്ചിട്ടുണ്ടെന്ന് വ്യക്തമായിട്ട് പറയുകയല്ലേ. ഇതിൽ കൂടുതൽ എന്താ വേണ്ടത്? കോടതിക്ക് ഇപ്പോൾ കേസ് രജിസ്റ്റർ ഇല്ലയോ എന്നുള്ളതല്ല പ്രശ്നം. പക്ഷേ നിയമവിധേയമായി വ്യവസ്ഥാപിതമായി ഈ മോഷണക്കാരെ ആരെയെങ്കിലും അവരെ ബുക്ക് ചെയ്യണം, നിയമത്തിൻ്റെ മുന്നിൽ അവരെ കൊണ്ടുവരണം. അങ്ങനെ കൊണ്ടുവരാൻ നടപടി സ്വീകരിക്കുന്നുണ്ടോ? എങ്കിലേ ഈ കാര്യത്തിൽ സത്യസന്ധതയുണ്ട് എന്ന് പറയാൻ പറ്റുകയുള്ളൂ.
ശരിക്കും അങ്ങ് നേരത്തെ പറഞ്ഞ പോലെ തന്നെ ശബരിമലയിൽ ആ ഒരു നിമിഷമെങ്കിലും നിൽക്കാൻ ആഗ്രഹിക്കുന്നതാണ് ഓരോ ഭക്തരും. കഠിനമായ വ്രതം നോറ്റ് ശബരിമലയിലേക്ക് എത്തുന്ന ഭക്തരാണ്. ശരിക്കും അവരുടെ ഒരു വിശ്വാസത്തെ തന്നെ ചോദ്യം ചെയ്തുകൊണ്ട് ആ ശബരിമലയ്ക്ക് തന്നെ കളങ്കം വരുത്തുന്ന രീതിയിലേക്കുള്ള ഒരു ഭരണം തന്നെയല്ലേ ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ശബരിമലയുടെ യശസ്സിന് കളങ്കം ചാർത്തുന്ന രീതിയിലുള്ള പ്രവർത്തനങ്ങളാണ് ഇപ്പോഴത്തെ ദേവസ്വം ബോർഡും പഴയ ദേവസ്വം ബോർഡും ഒക്കെ നടത്തിയിട്ടുള്ളത്. ഇത് വാസ്തവത്തിൽ എന്താണ് ഇതിൻ്റെ കാരണം? വ്യവസ്ഥിതിയാണ് തകരാറ്. ശബരിമല ക്ഷേത്രത്തിൻ്റെ ഭരണ വ്യവസ്ഥിതിയാണ് ഇതിൻ്റെ കാരണം. എന്താണ് അവിടുത്തെ വ്യവസ്ഥിതി? ദുഷിച്ച് നാറിയ കാലഹരണപ്പെട്ടുപോയ ഒരു സാമൂഹ്യ വ്യവസ്ഥിതിയുടെ ഭാഗമാണത്. കാരണം പണ്ട് കാലത്ത് എങ്ങനെയോ അവിടെ ഒരു സ്വതന്ത്ര പരമാധികാര ബോർഡ് ക്ഷേത്രം ഭരിക്കണം എന്ന വ്യവസ്ഥ ചെയ്തുകൊണ്ട് നിയമമുണ്ടാക്കിയപ്പോൾ സതുദ്ദേശത്തോടു കൂടിയാണ് ആ ക്ഷേത്രം അങ്ങനെ ഭരിക്കാൻ ബോർഡിനെ ഏൽപ്പിച്ചത്. അന്ന് മന്നത്ത് പത്മനാഭനും ആർ ശങ്കറും ഒക്കെ പോലുള്ള മഹാത്മാക്കളെയാണ് ഏൽപ്പിച്ചത്. അത് നല്ല രീതിയിൽ നടന്നു പോയിക്കൊള്ളൂ എന്ന് വിചാരിച്ചു. പിന്നീടാണ് രാഷ്ട്രീയക്കാർ, സർക്കാർ ഭരിക്കുന്ന, സർക്കാർ നിശ്ചയിക്കുന്ന, മന്ത്രിമാർ നിശ്ചയിക്കുന്ന, MLA മാർ നിശ്ചയിക്കുന്ന, ക്ഷേത്രവുമായി ഒരു ബന്ധവുമില്ലാത്ത, വിശ്വാസമില്ലാത്ത നിരീശ്വരവാദികളെ, ഭഗവാന്റെ പേരിൽ പോലും ഒരു സത്യപ്രതിജ്ഞ ചെയ്യാൻ പോലും മനസ്സില്ലാത്ത ആളുകളെയൊക്കെ കൊണ്ടുവന്നാണ് ഇപ്പോൾ ക്ഷേത്രഭരണം നടത്തുന്നത്. അവർക്ക് വിശ്വാസമില്ല. അപ്പോൾ അവർ ഇപ്പോൾ കാണിക്കുന്നതെല്ലാം അഭിനയമാണ്. ക്ഷേത്രത്തിൽ വരുന്നുണ്ടായിരിക്കാം, ചന്ദനം തൊടുന്നുണ്ടായിരിക്കാം, അതൊക്കെ അഭിനയമാണ്, കപട രാഷ്ട്രീയമാണ്. അപ്പോൾ അത് ചെയ്യുന്ന ആളുകളിൽ നിന്നും ഒരു നന്മയും പ്രതിഷ്ഠിക്കേണ്ടതില്ല. ഭക്തജനങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ ഉണ്ടായിട്ടുള്ള വിഷയം അവർക്ക് താങ്ങാവുന്നതിലും അപ്പുറമാണ്. അവർ വ്രണിതഹൃദയരാണ്. അവരെ ആശ്വസിപ്പിക്കാൻ ശക്തമായ നടപടി എന്തെങ്കിലും സ്വീകരിക്കാൻ സർക്കാർ തയ്യാറുണ്ടോ എന്നാണ് ഭക്തജനങ്ങളുടെ ചോദ്യം. ഈ വിജിലൻസ് അന്വേഷണം എത്രമാത്രം സുതാര്യമായിരിക്കും ഈ ഒരു ഘട്ടത്തിൽ? നമ്മൾ കേന്ദ്ര അന്വേഷണം, CBI അന്വേഷണം ഉൾപ്പെടെ വിവിധ ഹൈന്ദവ സംഘടനകൾ ഉന്നയിച്ചിട്ടുണ്ട്. ഈ ഒരു ഘട്ടത്തിൽ എങ്ങനെയാണ്? അല്ല, ഈ വിജിലൻസ് നടത്തുന്ന അന്വേഷണത്തിലൊന്നും ഒരിക്കലും അവർക്ക് കേസ് രജിസ്റ്റർ ചെയ്യാൻ പറ്റില്ല. അവർക്ക് അന്വേഷണം റിപ്പോർട്ട് കൊടുക്കാനേ പറ്റുള്ളൂ. അവരെ അറസ്റ്റ് ചെയ്യാൻ പറ്റുമോ? ഇല്ല. കാരണം ദേവസ്വത്തിൻ്റെ വിജിലൻസാണ്. അവർക്ക് ആരെ അറസ്റ്റ് ചെയ്യാനോ അല്ലെങ്കിൽ നടപടി സ്വീകരിക്കാനോ, ക്രിമിനൽ നടപടി സ്വീകരിക്കാനോ, നിയമത്തിൻ്റെ മുന്നിൽ കൊണ്ടുവരാനോ, അവരെ ബുക്ക് ചെയ്യാനോ ഒന്നും സാധ്യമല്ല. അവർക്ക് റിപ്പോർട്ട് കൊടുക്കാം. പക്ഷേ അതല്ലല്ലോ ഇപ്പോൾ ആവശ്യം. ഇത്രയധികം കാര്യങ്ങൾ പുറത്തു വന്ന സ്ഥിതിക്ക് എന്തുകൊണ്ടൊരു കേസ് രജിസ്റ്റർ ചെയ്യുന്നില്ല? എന്തുകൊണ്ട് CBIക്ക് വിടുന്നില്ല? കാരണം ഈ സംസ്ഥാനാന്തര ബന്ധമുള്ളൊരു കാര്യമാണ്. ഇവിടെ നിന്ന് സ്വർണം കൊണ്ടുപോയത് എങ്ങോട്ടാണ്? പലയിടത്തേക്കാണ്. ബാംഗ്ലൂരിലേക്ക് കൊണ്ടുപോയി, ചെന്നൈയിലേക്ക് കൊണ്ടുപോയി. അപ്പോൾ സംസ്ഥാനാന്തര ബന്ധമുള്ള നിരവധി ഏജൻസികളും ആളുകളുമായി ബന്ധപ്പെട്ട് ഏതാണ്ട് 39 ദിവസക്കാലം ഇത് കൊണ്ടു നടന്നു എന്നൊക്കെ പറയുന്നു. അപ്പോൾ അങ്ങനെയാണെങ്കിൽ അത് CBIക്ക് വിട്ടുകൊടുക്കണം. CBIക്ക് വിപുലമായ വ്യാപകമായ ഒരു അന്വേഷണ സംവിധാനമുണ്ട്. വിദഗ്ധരായിട്ടുള്ള കുറ്റാന്വേഷണ ഏജൻസിയാണ്. അവരാണ് ഇത് അന്വേഷിക്കേണ്ടത്. അതുകൊണ്ടാണ് CBIക്ക് ഇത് വിട്ടുകൊടുക്കണം. CBI കേസ് രജിസ്റ്റർ ചെയ്ത് അന്വേഷണം നടത്തിയാൽ അപ്പോൾ അറസ്റ്റാണ്. അവരെ ചോദ്യം ചെയ്യും. അവരിൽ നിന്ന് തെളിവുകൾ സ്വീകരിക്കും. സാഹചര്യ തെളിവുകൾ മുഴുവൻ പരിശോധിക്കും. ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ഉൾപ്പെടെയുള്ളവരെ അവർ ചോദ്യം ചെയ്യും. അങ്ങനെ നിരവധി കാര്യങ്ങളിലേക്ക് ശക്തമായ നടപടികൾ സ്വീകരിക്കും. ഭക്തജനങ്ങൾക്ക് അതാണ് ഒരു ആശ്വാസ നടപടി എന്ന് പറയാൻ കഴിയുന്നത്. അല്ലാതെ വേറെന്താ പറയാൻ സാധിക്കുക? ഇപ്പോൾ 1998 സ്വർണ്ണപ്പാളികൾ ആണ് അവിടെ വെച്ചത് എന്ന് വിജയമല്യയുടെ കമ്പനി വളരെ വ്യക്തമായിട്ട് പറയുന്നു. ഞങ്ങൾ വെച്ചത് അതാണ്. 30.3 കിലോ സ്വർണ്ണമാണ് അവിടെ കൊടുത്തിരിക്കുന്നത്. ശബരിമലയ്ക്ക് സമർപ്പിച്ചതാണ്. ഇനി ആരാണ് വിശ്വാസപൂർവ്വം ഇനി അയ്യപ്പൻ്റെ മുന്നിൽ ഇതുപോലുള്ള സമർപ്പണം നടത്തുക, വഴിപാട് സാധനങ്ങൾ സമർപ്പിക്കുക? ഇതൊക്കെ പോവുകയില്ല എന്ന് ആരാണ് ഇത് തരുന്നത്? ഇങ്ങനെ ഓരോരോ കാര്യങ്ങളാണ്. ഈ ഓരോരോ കാര്യങ്ങൾ പുറത്തു വരികയാണ്. ഇപ്പോൾ വാതിലിൻ്റെ മോഷണം വന്നു. ഇനിയിപ്പോൾ മറ്റേ സ്വർണ്ണക്കൊടിമരത്തിൻ്റെ വിഷയം, അതിൽ സംശയങ്ങളാണ്. സ്വർണ്ണക്കൊടിമരത്തിൻ്റെ മുകളിലിരുന്ന വാഹനം അതാര് കൊണ്ടുപോയി എന്നുള്ള ചോദ്യമാണ്. ഇനി ഏറ്റുമാനൂരമ്പലം, കരിപ്പാടമ്പലം, പല സ്ഥലങ്ങളിൽ ക്ഷേത്രങ്ങളിലെയും പൊങ്ങി വരികയാണ്. അയ്യപ്പൻ ഒരു ശുദ്ധി കലശം നടത്തും. ഈ കുറ്റക്കാരെ മുഴുവൻ നിയമത്തിൻ്റെ മുന്നിൽ കൊണ്ടുവരും. ആരും രക്ഷപ്പെടുമെന്ന് വിചാരിക്കേണ്ട. ഇനി ജനകീയ കോടതിയിലാണെങ്കിലും നിങ്ങൾ വിചാരണ ചെയ്യപ്പെടും. അതുകൊണ്ട് ജനങ്ങളുടെ ഇടയിൽ നിങ്ങൾക്ക് ഇറങ്ങി വരാൻ വയ്യാത്ത ഒരു സ്ഥിതിവിശേഷം ഈ കേരളത്തിലുണ്ടാകും എന്ന് മാത്രമേ എനിക്ക് പറയാൻ പറ്റൂ. രാജേട്ടൻ കൃത്യമായി തന്നെ ഇക്കാര്യത്തിൽ അദ്ദേഹത്തിൻ്റെ നിലപാടുകൾ വ്യക്തമാക്കിയിരിക്കുന്നു. ജനകീയ കോടതിയിൽ ഇത് ചോദ്യം ചെയ്യപ്പെടുക തന്നെ ചെയ്യും. വിശ്വാസികളുടെ കോടതിയിൽ ഇത് ചോദ്യം ചെയ്യപ്പെടുക തന്നെ ചെയ്യും. എന്തുകൊണ്ടൊരു കേസ് പോലും രജിസ്റ്റർ ചെയ്യാൻ തയ്യാറാകുന്നില്ല? ഇതുവരെ ഇത്രയും വിവരങ്ങൾ പുറത്തു വന്നിട്ടും ഒരു കേസ് രജിസ്റ്റർ ചെയ്യുന്നില്ല. രാജ്യത്തിന്, സംസ്ഥാനത്തിന് പുറത്തേക്ക് പോലും ബന്ധങ്ങളുള്ള ബംഗളൂരുവിലേക്ക് അടക്കം ഇത്തരത്തിൽ ചെമ്പുപാളികൾ എത്തിച്ചു, ആ പാളികൾ എത്തിച്ചു എന്നത് സംബന്ധിച്ച് വിവരങ്ങൾ പുറത്തു വരുമ്പോൾ അത്തരം കാര്യങ്ങൾ അന്വേഷിക്കാൻ CBI അന്വേഷണമാണ് ഏറ്റവും പ്രധാനമായി വേണ്ടത് എന്ന അത്തരം ഒരു ആവശ്യം കൂടി അദ്ദേഹം രാജേട്ടൻ കുമ്മനം രാജശേഖരൻ ഉയർത്തുകയും ചെയ്യുന്നുണ്ട്. അങ്ങനെ ഇക്കാര്യത്തിൽ സർക്കാരിൻ്റെയും ദേവസ്വം ബോർഡുകളുടെയും ഇരട്ടത്താപ്പ് വ്യക്തമാക്കുന്നതിനൊപ്പം കേസ് രജിസ്റ്റർ ചെയ്ത് മുന്നോട്ട് പോകാൻ തയ്യാറാകണമെന്നൊരാവശ്യം കൂടിയാണ് അദ്ദേഹം ഉയർത്തുകയും ചെയ്യുന്നത്.